വഴിയമ്പലങ്ങൾ അല്ലെങ്കിൽ തണ്ണീർപ്പന്തൽ എന്നീ വാക്കുകൾ മലയാള ഭാഷയിൽ നിന്ന് അന്യം നിന്നുകഴിഞ്ഞ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. വഴിയമ്പലം അല്ലെങ്കിൽ സത്രം എന്ന് പറയുന്നത് വളരെ പഴയ ഒരു കൺസെപ്റ്റാണ്. അത് നമ്മുടെ സാഹിത്യത്തിലും സംസ്കാരത്തിലും ചരിത്രത്തിലും സമൂഹ ജീവിതത്തിലും ഇടം പിടിച്ച ഒരു വാക്കാണ്. ആ വാക്കിനർത്ഥം സാധാരണ യാത്ര പോകുന്ന ആളുകൾക്ക് ഇടയ്ക്ക് ഒന്ന് തങ്ങാനും വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലം എന്ന രീതിയിലാണ് വഴി അമ്പലം എന്ന പേര് തന്നെ ഉണ്ടാകുന്നത്. സാഹിത്യത്തിലെ ഈ വഴിയമ്പലങ്ങളെ കുറിച്ച് എഴുത്തച്ഛൻ വളരെ വ്യക്തമായിട്ട് തൻ്റെ അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ എന്ന് ഈ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഉദാഹരണമായിട്ട് വഴിയമ്പലത്തിലെ യാത്രക്കാരെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 600 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലത്തും ഈ വഴിയമ്പലങ്ങൾ പ്രസക്തങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ കാലത്ത് കേരളത്തിലെ ഗ്രാമങ്ങളിൽ വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനും ക്ഷീണമകറ്റാനുമായി ഒരുക്കിയിരുന്ന വിശ്രമ കേന്ദ്രങ്ങളായിരുന്നു ഈ വഴിയമ്പലങ്ങൾ. തണ്ണീർപ്പന്തൽ, മോരമ്പലം എന്നൊക്കെ വിളിപ്പേരുകളിൽ ഇവ അറിയപ്പെട്ടിരുന്നു. മിക്ക വഴിയമ്പലങ്ങളിലും യാത്രികർക്ക് ദാഹമകറ്റുന്നതിനും ചുമടിറക്കി വയ്ക്കുന്നതിനും കന്നുകാലികൾക്ക് വെള്ളം നൽകുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനായി പൊതുകിണറും ചുമടുതാങ്ങിയും കൽത്തൊട്ടിയും വഴിയമ്പലങ്ങളോട് അനുബന്ധമായി സജ്ജീകരിച്ചിരുന്നു. ചില വഴിയമ്പലങ്ങളിൽ വേനൽക്കാലത്ത് സൗജന്യമായി സംഭാര വിതരണവും വെറ്റിലയും പാക്കും ഇടിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. കേരളത്തിൽ സർവ്വസാധാരണമായിരുന്ന വഴിയമ്പലങ്ങളിൽ ഏതാനും ചിലത് മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. അതിൽ തന്നെ കൂടുതലും ജീർണാവസ്ഥയിലാണ്. മിക്കയിടങ്ങളിലും ഉണ്ടായിരുന്ന ചുമടുതാങ്ങിയും കൽത്തൊട്ടിയും നഷ്ടപ്പെട്ടു. എന്നാൽ പഴമയുടെ സ്മൃതി ഉണർത്തുന്ന വഴിയമ്പലങ്ങളും ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് ചുക്കുബസാറിൽ ദേശത്തിൻ്റെ പൈതൃകമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഏക വഴിയമ്പലം കഴിഞ്ഞ അരനൂറ്റാണ്ട് വരെ ദൈനംദിന ജീവിതത്തോട് ഏറെ ബന്ധപ്പെട്ടതായിരുന്നു. മത്സ്യബന്ധനം, ചകിരി, കക്ക എന്നു വേണ്ട ഒരുപാട് പ്രദേശങ്ങളിലെ ഒരു വ്യവസായ സ്ഥലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത്. അപ്പോൾ ആ വഴിക്ക് വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ദാഹജലം കൊടുത്തിരുന്ന സ്ഥലമായിരുന്നു ഈ പറഞ്ഞ ഈ ഒരുമിത്ത്. ഞങ്ങൾ ചെറുപ്പത്തിൽ പറയുന്നത് ഒരുമിത്തമ്പലം. ചക്കനാത്ത് പണംകെട്ടി തറവാട്ടിലെ പൂർവികരാണ് ഈ വഴിയമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നതും നിർവഹിച്ചിരുന്നതും. അപ്പോൾ ഈ വെള്ളം വീത്താമ്പലം ഉണ്ടാക്കിയത് തന്നെ എനിക്ക് ഓർമ്മിക്കുള്ളത് വടക്കേ ഭാഗത്തുനിന്ന് ആൾക്കാർ ഈ പുഴയുടെ അവിടേക്ക് ചകിരി കൊണ്ടുവരും. അന്ന് റോഡൊന്നുമില്ല, ശരിക്ക് 3 അടി വഴിയുള്ളൂ ഈ പുഴയുടെ അവിടേക്ക്. ഈ പുഴ മൊത്തം ചകിരി മൂടലാണ്. അപ്പോൾ ചകിരി കൊണ്ടുവരുന്നത് അല്ല മറ്റുള്ള ഏത് സാധനങ്ങളും കൊണ്ടുവരുന്ന ഈ കാവിലാണ് കൊണ്ടുവരിക. അപ്പോൾ ഈ തറയുടെ അവിടെ ഒരു ഭാഗം വയ്ക്കും, ഒരു ഭാഗം നിലത്തും വെച്ചിട്ട് അവിടെ ഇറക്കി ഒരു സുഖമായിട്ടിരിക്കും. ആ നേരത്താണ് ഈ വെള്ളം വീഴ്ത്ത് 9 മണി തൊട്ട് 12:30 1 മണി വരെ അവിടെ വെള്ളം വീഴ്ത്ത് ഉണ്ടാവും. ചിലപ്പോൾ മോരില്ലെങ്കിൽ തണുത്ത വെള്ളം അവിടെ ഉണ്ടാവും. അത് ഒഴിച്ചു കൊടുക്കാൻ ഒരു സീവന് വെച്ചിട്ടുണ്ട്. 20 സെന്റ് സ്ഥലത്തുള്ള ഒറ്റമുറി കെട്ടിടത്തിൻ്റെ മേൽക്കൂര ആഞ്ഞലി മരവും ഓടും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചുമരിനോട് ചേർന്ന് അരക്കിണറും കാണാം. സംഭാരം സംഭരിച്ചിരുന്ന വലിയ മൺഭരണിയും ഇവിടെ ഉണ്ടായിരുന്നു. ഈ വഴിയമ്പലത്തിൻ്റെ ഉത്തരത്തിൽ പണംകെട്ടി വക വഴിയമ്പലം എന്ന എഴുത്ത് മരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ചുമടുതാങ്ങി അഥവാ അത്താണിയായി ഇവിടെ ആൽത്തറയാണ് ഉപയോഗിച്ചിരുന്നത്. കുറേ ആൾക്കാർ കാക്കശ്ശേരിയിൽ നിന്ന് വരും, പിന്നെ പാവർത്തി വെമ്പനാട് നിന്നൊക്കെ വരും. ഈ കയറ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ചകിരി മൂടാൻ ചകിരിയായിട്ടും പിന്നെ ഈ ചകിരി തല്ലിയത് ഓരോ കയറുണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാർ കാവുമ്മലാണ് അവർ വരിക. അപ്പോൾ ഈ കാവുമ്മ ഈ ചകിരിയായിട്ട് വരുമ്പോൾ ഇവർക്ക് രണ്ടും കൂടി ഒരിച്ചിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് പൊക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആൽത്തറ, വിശ്രമിക്കാനിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്മ അവർ ഒരു ഭാഗം ആലിൻ്റെ മുകളിലേക്ക് വയ്ക്കുകയും മറ്റേ ഭാഗം താഴ്ത്തി വയ്ക്കുകയും ചെയ്യും. എന്നിട്ട് അവർക്ക് ആരുടെയും സഹായം ഇല്ലാതെ ഇത്രയും വെയിറ്റുള്ളൊരു സാധനം അവർക്ക് പൊക്കി കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ ഈ നമ്മുടെ വഴിയമ്പലം നിൽക്കുന്നത്. അന്നൊക്കെ ഈ വഴിയമ്പലങ്ങൾ സൃഷ്ടിക്കുന്നത് ഒന്നുകിൽ നാട്ടുപ്രമാണിമാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ സമുദായ സംഘടനകളോ അല്ലെങ്കിൽ ഭരണാധിപന്മാരോ ഒക്കെ ആയിരിക്കും ഇത്തരം വഴിയമ്പലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവുക. ആ വഴിയമ്പലങ്ങൾ പലതും ഇന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. അപൂർവം ചില സ്ഥലങ്ങളിൽ ചില ആളുകളുടെ ശ്രദ്ധ കൊണ്ട് താല്പര്യം കൊണ്ടും വഴിയമ്പലങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തോടുള്ള ആ സ്മാരകത്തോടുള്ള അവരുടെ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. പാവർട്ടിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വഴിയമ്പലം പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസൂര്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം നശിച്ചു പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും മനോഹരമായ ഒരു വഴിയമ്പലം ഞങ്ങളാൽ കഴിയുന്ന വിധം പുനർജീവിപ്പിച്ച് പഴമയുടെ പുതുമ നിലനിർത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രപരമായ സംഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ നാട്ടിൽ അതിൻ്റെ തെളിവുകൾ ഇന്നും അവശേഷിക്കുന്നു. സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കാലക്രമേണ അവ നഷ്ടപ്പെട്ടേക്കാം. ഇതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ വരും തലമുറയ്ക്ക് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ കഴിയാതെ വരും. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും വരും തലമുറയ്ക്കായി നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിലൊന്ന് അറിവ് പകരുക എന്നതാണ്. അതിനായി ചരിത്ര സ്മാരകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക.